നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. VSന് കേരളത്തിന്റെ ലാൽ സലാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മഹാരഥന്മാർക്കൊപ്പം വലിയ ചുടുകാട്ടിൽ VSനും അന്ത്യനിദ്ര. ധർമ്മടം പാലയാട് ലോ കോളേജിനടുത്ത് കനത്ത മഴയിൽ വീട് തകർന്നത് കടമ്പേരി വസന്തയുടെ ഉടമസ്ഥതയിലുള്ള വീട്. ഉടമയെ കബളിപ്പിച്ച് വാഹനവുമായി കടന്നുകളഞ്ഞ കേസിൽ ചൊക്ലി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയ പ്രതി പിടിയിലായത് വെല്ലം പൊട്ടിച്ചീണ്ടവട VP റുഷൈദ്. കർക്കിടക ബാബുബലി തർപ്പണത്തിനൊരുങ്ങി തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം. രാവിലെ 5-ന് ബലിക്രിയകൾ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് കേരളത്തിന്റെ ലാൽ സലാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മഹാരഥന്മാർക്കൊപ്പമാണ് വലിയ ചുടുകാട്ടിൽ VSനും അന്ത്യനിദ്ര. 10,000-കണക്കിന് ആളുകളുടെ മുദ്രാവാക്യം വിളികളിലൂടെയാണ് VS അനശ്വരതയിൽ ലയിച്ചത്. പുന്നപ്ര സമര രക്തസാക്ഷികളുടെയും P. കൃഷ്ണപിള്ള ഉൾപ്പെടെ സമുന്നത കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയും നിരയിൽ പുന്നപ്ര വലിയ ചുടുകാട്ടിൽ VS അച്യുതാനന്ദനും അന്ത്യനിദ്ര. ഇത്രയേറെ രക്തസാക്ഷികളെയും നേതാക്കളെയും സംസ്കരിച്ച മറ്റൊരു ചരിത്ര സ്മാരകവും കേരളത്തിലില്ല. കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ P. കൃഷ്ണപിള്ള, R. സുഗതൻ, P. T. പുന്നൂസ്, ജോർജ് ചടയമുറി, T. V. തോമസ്, P. K. പത്മനാഭൻ, T. V. രമേശ് ചന്ദ്രൻ, C. G. സദാശിവൻ, V. K. വിശ്വനാഥൻ, K. C. ജോർജ്, P. A. ജോർജ്, C. A. കേശവൻ, P. K. മാധവൻ, V. K. കരുണാകരൻ, C. K. ചന്ദ്രപ്പൻ, N. K. ഗോപാലൻ, P. K. ചന്ദ്രാനന്ദൻ, K. R. ഗൗരിയമ്മ തുടങ്ങിയ ഒട്ടേറെ നേതാക്കളെ സംസ്കരിച്ച പുന്നപ്ര വലിയ ചുടുകാട്ടിലാണ് VS അച്യുതാനന്ദനും അന്ത്യനിദ്ര ഒരുക്കിയത്. സമരസഖാവിൻ്റെ അന്ത്യയാത്ര നേരിൽ ദർശിക്കാൻ രാത്രി വൈകിയും ആയിരങ്ങളാണ് വിവിധ കേന്ദ്രങ്ങളിൽ അക്ഷമരായി പാതയോരങ്ങളിൽ കാത്തുനിന്നത്. എല്ലായിടത്തും നിലയ്ക്കാത്ത ജനപ്രവാഹമായിരുന്നു. അവസാനത്തെയാളും മുഷ്ടി ചുരുട്ടി അഭിവാദ്യം അർപ്പിച്ചതോടെയാണ് ആലപ്പുഴ VSനോട് ലാൽ സലാം പറഞ്ഞത്. ധർമ്മടം പാലയാട് ലോ കോളേജിനടുത്ത് കനത്ത മഴയിൽ വീട് തകർന്നു. കടമ്പേരി വസന്തയുടെ ഉടമസ്ഥതയിലുള്ള വീടാണ് ബുധനാഴ്ച പുലർച്ചെയോടെ തകർന്നത്. അപകടം മനസ്സിലാക്കി വീട്ടുകാർ ബന്ധുവീട്ടിൽ രാത്രി താമസിച്ചതിനാൽ ആളപായമുണ്ടായില്ല. കടമ്പേരി വസന്തയുടെ ഉടമസ്ഥതയിലുള്ള വീടാണ് ബുധനാഴ്ച പുലർച്ചെയോടെ തകർന്നു വീണത്. അപകടം മനസ്സിലാക്കി വീട്ടുകാർ രാത്രി തന്നെ ബന്ധുവീട്ടിലേക്ക് മാറിയതിനാൽ ആളഭയം ഉണ്ടായില്ല. വീടിന് ഏകദേശം 50 വർഷത്തോളം പഴക്കമുണ്ട്. വീട്ടുപകരണങ്ങളും കമ്പ്യൂട്ടറുകളും മറ്റും അപകടത്തിൽ നശിച്ചു. അടുത്ത വീടായ ഏച്ചിയുടെ വീട്ടിൽ താമസിക്കുന്നു. ഒരു 3:45 ഒരു ഓല വീട് പോലത്തെ ഒരു ഒച്ചയുണ്ടായിരുന്നു. പിന്നെയും കുറച്ച് കഴിഞ്ഞേരം വീണ്ടും ആ ശബ്ദം തന്നെ കേട്ട് ഞങ്ങൾ വീട്ടിൽ നോക്കുമ്പോൾ മുൻഭാഗത്ത് കല്ലെല്ലാം അടഞ്ഞു വീണ് നിൽക്കുന്നു. 5 മണിയോടുകൂടി മുഴുവൻ ഓടുകളുടെ നിലംപതിച്ചിരിക്കുന്നു. ഞങ്ങൾ 3 ആൾ ഇവിടെ ആടെ നിൽക്കുന്നത്. അപ്പോൾ രാത്രി ഒരു സംശയമുണ്ട്, ഒരു ഒച്ചയും മണ്ണല്ലിങ്ങനെ അടങ്ങി വീണാൽ വന്നിട്ട് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഇവരെ ഏച്ചി ഇങ്ങോട്ട് വിളിച്ചിട്ട് ഈ വീട്ടിലേക്ക് വന്ന് താമസിച്ചത്. രാത്രി ഒരു 11:30 വരെ അവരവിടെ ഉണ്ട്. പിന്നെ ഇങ്ങനെ മണ്ണെല്ലാം വീണ് കണ്ടിട്ട് പൊടിയെങ്ങനെ വീഴുന്നു സംശയം. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നിട്ട് ഏച്ചിന്ന് വിളിച്ചിട്ട് ഇവിടെ താമസിച്ചു. ഇപ്പോൾ ഒരു 3:30 അത് കുറച്ച് വീഴുന്ന കേട്ട് പിന്നെ ഒരു 4:50 ആകുമ്പോൾ ഫുള്ളായിട്ട് വീണുപോയ. വസന്തയുടെ സഹോദരിമാരായ പ്രമീള, രജിത, പ്രമീളയുടെ മകൻ അർജുൻ എന്നിവരാണ് ഇവിടെ താമസിക്കുന്നത്. കാറിൽ കടത്തിയ 34 കുപ്പി മദ്യവുമായി യുവാവ് മട്ടന്നൂരിൽ എക്സൈസിന്റെ പിടിയിലായി. കല്ലുവയൽ സ്വദേശി കൂരക്കനാൽ വീട്ടിൽ KS നിഖിലാണ് പിടിയിലായത്. മദ്യം കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. കല്ലുവയൽ സ്വദേശി കുരക്കനാൽ വീട്ടിൽ KS നിഖിലാണ് 34 കുപ്പി മദ്യവുമായി പിടിയിലായത്. മദ്യം കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർ ലോദർ L. പെരേരയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. ട്രയൽ റണ്ണിനെന്ന പേരിൽ ഉടമയെ കബളിപ്പിച്ച് വാഹനവുമായി കടന്നുകളഞ്ഞ കേസിൽ ചൊക്ലി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയ പ്രതി പിടിയിൽ.
പാനൂർ പോലീസ് സ്റ്റേഷന് സമീപം വെള്ളം പൊട്ടിച്ചീൻ്റെ VP റുഷൈദിനെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. 2 വർഷം മുമ്പായിരുന്നു കേസിനാസ്പദമായ സംഭവം. വിദേശത്തു നിന്നും നാട്ടിലേക്ക് വരാൻ ശ്രമിക്കുന്നതിനിടെ ചൊക്ലി ഇൻസ്പെക്ടർ K മഹേഷിന്റെയും SI സജിത്തിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. 2023 മെയ് മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം. ഒളവിലം സ്വദേശിയുടെ പരാതിയിലാണ് കേസ്. കാർ വാങ്ങാൻ വന്ന റുഷൈദും സംഘവും ട്രയൽ ഓടിക്കാനായി എത്തി കാറുമായി കടന്നുകളഞ്ഞെന്നായിരുന്നു കേസ്. പ്രതിയെ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കി. കർക്കിടക വാവ് ദിനത്തിലെ ബലിതർപ്പണത്തിനൊരുങ്ങി തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം. രാവിലെ 5-ന് ബലിക്രിയ ആരംഭിക്കും. 10,000 പേർക്ക് ബലിതർപ്പണം നടത്താനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. കർക്കിടക വാവ് ദിനത്തിലെ ബലിതർപ്പണത്തിനൊരുങ്ങി തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം. രാവിലെ 5 മണിക്ക് ബലിക്രിയ ആരംഭിക്കും. 10,000 പേർക്ക് ബലിതർപ്പണം നടത്താനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. തലശ്ശേരി ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിലെ കർക്കിടക വാവ് ബലി 2025 ജൂലൈ മാസം 24-ാം തീയതി നാളെ ക്ഷേത്രസന്നിധിയിൽ നടക്കുകയാണ്. 10,000 ക്ഷേത്രസന്നിധിയിൽ വന്ന് ബലിതർപ്പണം നടത്തുന്ന കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബലിതർപ്പണം നടത്തുന്ന മഹാക്ഷേത്രവും നിത്യബലി കൊണ്ട് സമ്പുഷ്ടം എല്ലാ പിതൃക്രിയകളും ആചാരവിധിപ്രകാരം ചെയ്യുന്ന നമ്മളുടെ മഹാക്ഷേത്രത്തിൽ നാളെ രാവിലെ 5 മണി മുതൽ തന്നെ ബലികർമ്മങ്ങൾ ആരംഭിക്കുന്നതും 12 മണി വരെ ബലികർമ്മങ്ങൾ ചെയ്തു കൊടുക്കപ്പെടുന്നതുമാണ്. ഭക്തജനങ്ങൾക്ക് 10,000 ഭക്തജനങ്ങൾക്ക് വന്ന് പങ്കെടുക്കാവുന്ന സംവിധാനങ്ങളാണ് ശ്രീ ജ്ഞാനോദയവും തലശ്ശേരി ശ്രീ ജഗന്നാഥ ക്ഷേത്രവും ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കൃത്യമായി വന്ന് ബലിതർപ്പണത്തിൻ്റെ ക്യൂവിൽ നിന്ന് എല്ലാവർക്കും വളരെ ഭംഗിയായ രീതിയിലും ആധ്യാത്മികപരമായിട്ടുള്ള എല്ലാ ചിട്ടവട്ടങ്ങളോടും കൂടിയാണ് ഈ വർഷത്തെ ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ ക്ഷേത്ര ഭരണസമിതി പൂർത്തീകരിച്ചിരിക്കുന്നത്. ആയതിനാൽ നമ്മളുടെ മഹാക്ഷേത്രത്തിൽ നടക്കുന്ന ബലിതർപ്പണ കർമ്മങ്ങളിൽ നമ്മളുടെ പൂർവികരായ പിതൃ മഹാന്മാർക്ക് വേണ്ടി ചെയ്യാവുന്ന നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായ ഒരു കർമ്മസമ്പ്രദായമത്രേ ബലി. ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കർമ്മമാകിയാൽ ഇതിന് ശ്രാദ്ധം എന്ന് ആചാര്യന്മാർ വിളിക്കപ്പെടുന്നു. അതേപോലെ തന്നെ ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടക വാവ് ബലി. അപ്പോൾ കർക്കിടക വാവ് ബലി, പുര, ബാലായ്മ ഇത്യാദി കർമ്മങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആചരിക്കാതെ ഇരിക്കാൻ പാടുള്ളൂ. ഒരേ സമയം 1000 പേർക്ക് ബലിതർപ്പണം നടത്താനാകും. രാവിലെ 5 മണിക്ക് മേൽശാന്തി സജീഷിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. അനൂപ് ശാന്തി, ജ്ഞാനോദയ യോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് K സത്യൻ, ഭരണസമിതി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകും. തലായി കടൽത്തീരത്തും പിതൃതർപ്പണം നടത്തും. തലായി ബാലഗോപാല സേവാ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. കണ്ണവം മേഖലയിൽ കൃഷിക്കും മനുഷ്യജീവനും വെല്ലുവിളി ഉയർത്തുന്ന വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് KSKTU, AKS സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ കണ്ണവം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കണ്ണവം, പൂഴിയോട്, പന്നിയോട്, പറമ്പുക്കാവ്, ചെന്നപ്പൊയിൽ പ്രദേശങ്ങളിൽ സമീപകാലത്തായി കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ്. കൂത്തുപറമ്പ് കണ്ണവം മേഖലയിൽ കൃഷിക്കും മനുഷ്യജീവനും വെല്ലുവിളിയുയർത്തുന്ന വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് KSKTU, AKS സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ കണ്ണവം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കണ്ണവം, പൂഴിയോട്, പന്നിയോട്, പറമ്പുക്കാവ്, ചെന്നപ്പൊയിൽ പ്രദേശങ്ങളിൽ സമീപകാലത്തായി കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ്. കാട്ടുപോത്തുകളുടെ ആക്രമണത്തിൽ 2 കറവ പശുക്കൾ കൊല്ലപ്പെട്ടു. സംരക്ഷിത വനമേഖലയിൽ നിന്നും കിലോമീറ്റർ അകലെയുള്ള പ്രദേശങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷമാണ്. കുരങ്ങ് ശല്യം കാരണം നാളികേര കർഷകർ പ്രതിസന്ധി നേരിടുകയാണ്. കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത് കാരണം പലരും കൃഷിയിൽ നിന്നും പിൻവലിയുന്ന സാഹചര്യം. കർഷക തൊഴിലാളികൾക്ക് ജോലിയില്ലാത്ത സ്ഥിതിയാണുള്ളത്. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയത്. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. താമസിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് സ്വാഭാവികമായും ഇടക്കിടക്കൊക്കെ ചില സ്ഥലത്തിൽ വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇപ്പം അത് മാത്രമല്ല, നാട്ടിലേക്ക് പൂർണ്ണമായും ഇറങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാണാൻ കഴിയുന്നത്. ഇപ്പം ഞങ്ങളെയും നാട്ടിൽ ഒരു കാലത്ത് മയിലുകളൊന്നും കാണാറുണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥിരം മയിലുകൾ നമ്മുടെ നാട്ടിലെത്തിച്ചേരുകയാണ്.
പന്നി എന്ന് പറയുന്നത് ദിവസവും പെറ്റു പെരുകി നാട് മുഴുവൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പോലും നടക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പിന്നെ ഈ പ്രദേശത്തിന്റെ ഒരു അവസ്ഥ പറയാനില്ലല്ലോ. ആ തരത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എല്ലാ രീതിയിലും കാർഷിക വിളകളും മനുഷ്യജീവനും വലിയ ഭീഷണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തിൽ ഇതിനെ സംരക്ഷിച്ച് നിർത്തേണ്ടത്, ഇപ്പൊ ഞങ്ങൾ പറയുമ്പോൾ ഇപ്പൊ നമുക്കറിയാം വന്യജീവികളെ മുഴുവൻ ആക്രമിച്ച് കൊലപ്പെടുത്തണമെന്നും ഞങ്ങൾ പറയുന്നില്ല. കാരണം മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയായി ബന്ധപ്പെട്ട് നമുക്ക് ജൈവബന്ധിയായിട്ടുള്ള നമ്മുടെ വന്യമൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ എൻ ശ്രീധരൻ അധ്യക്ഷനായി. ആദിവാസി ക്ഷേമസമിതി ജില്ലാ സെക്രട്ടറി പി മോഹനൻ, ഷാജി കരിപ്പായി, ടി ബാലൻ, എൻ വി ശ്രീജ, സി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിയിൽ ഞെട്ടി ചമ്പാട്ടുകാരും. തന്നെ പഠിപ്പിച്ച അധ്യാപികയ്ക്ക് ഗുരുദക്ഷിണ നൽകാൻ 2023 മെയ് 22-നാണ് ഉപരാഷ്ട്രപതിയും ഭാര്യയും ചമ്പാട്ടെത്തിയത്. അന്ന് ചമ്പാട്ടുകാർക്കാകെ വിസ്മയമായിരുന്നു ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം. ജഗദീപ് ധൻഖർ രാജിവെച്ചൊഴിയുമ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ പൗരൻ ചമ്പാട്ടെ ഗുരുനാഥയ്ക്ക് ഗുരുദക്ഷിണയുമായി എത്തിയ ഓർമ്മയാണ് നാടിന് പങ്കുവയ്ക്കാനുള്ളത്. വായുസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, ഭാര്യ ഡോക്ടർ സുദേശ ജങ്കർ എന്നിവർ മട്ടന്നൂർ വിമാനത്താവളത്തിലെത്തിയത്. വരവിന് പിന്നിലുള്ള ലക്ഷ്യം തന്നെ ജന്മനാട്ടിൽ പഠിപ്പിച്ച ചമ്പാട്ടുകാരിയായ അധ്യാപികയ്ക്ക് ഉപരാഷ്ട്രപതി എന്ന നിലയിൽ ഗുരുദക്ഷിണ സമർപ്പിക്കാനായിരുന്നു. ചമ്പാട് കാർഗിൽ ബസ് സ്റ്റോപ്പിനടുത്ത ആനന്ദത്തിൽ വിശ്രമജീവിതം നയിക്കുകയായിരുന്ന രത്ന നായരായിരുന്നു ഉപരാഷ്ട്രപതിയുടെ പ്രധാന അധ്യാപിക. വലിയ സുരക്ഷാ സംവിധാനങ്ങളോടെ ഉപരാഷ്ട്രപതിയുടെ വാഹനം ചമ്പാടെത്തിയത് നാടിനാകെ വിസ്മയകരമായ അനുഭവമായി മാറി. രത്ന നായരുടെ സഹോദരൻ വിശ്വനാഥൻ നായർ, മകൾ നിധി, ഭർത്താവ് മൃദുൽ, ഇവരുടെ അരവയസ്സ് പ്രായമുള്ള മകൾ ഇഷാനി ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ഉപരാഷ്ട്രപതിയെയും ഭാര്യയെയും സ്വീകരിച്ചു. അധ്യാപികയെ വണങ്ങിയ അദ്ദേഹം പഠനകാലത്തെ തന്റെ അനുഭവങ്ങൾ ഭാര്യയോട് വിശദീകരിച്ചു. ഇഡ്ഡലിയും കായ്വറുത്തതും ഇളനീരും നൽകിയാണ് ശിഷ്യനെയും ഭാര്യയെയും രത്ന നായരുടെ കുടുംബം സ്വീകരിച്ചത്. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഈ അപൂർവ സംഗമത്തിന് സാക്ഷിയാകാൻ ചമ്പാടെത്തിയിരുന്നു. രാജിക്ക് തൊട്ടുമുമ്പ് ഉപരാഷ്ട്രപതി പങ്കെടുത്ത അവസാനത്തെ ഔദ്യോഗിക ചടങ്ങിലുമുണ്ടൊരു കണ്ണൂർ ടച്ച്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട BJP നേതാവ് സി സദാനന്ദൻ ഉൾപ്പെടെ ഇന്നലെ സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ഉപരാഷ്ട്രപതിയായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ: BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. ടു നോ മോർ, കോൺടാക്ട് us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ.
പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. പാനൂരിന്റെ ഹൃദയത്തിൽ പുതിയൊരു രുചിലോകവുമായി ഒമാസ് റെസ്റ്റോറന്റിന്റെ 4ാമത്തെ ശാഖ നൊച്ചിക്കാട് മൈതാനിക്ക് സമീപം പൂക്കോം റോഡിൽ. വൈവിധ്യമാർന്ന വിഭവങ്ങൾ കൊണ്ട് നിങ്ങളുടെ രുചിമുകളങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ ഒമാസ് റെസ്റ്റോറന്റ്. തലശ്ശേരി സ്പെഷ്യൽ ദം ബിരിയാണി, വിവിധതരം ഒമാസ് സ്പെഷ്യൽ അറേബ്യൻ മന്തി, ചൈനീസ്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, വെജ്, നോൺ വെജ് എല്ലാം ഒരു കുടക്കീഴിൽ. ഒരു നല്ല ഭക്ഷണാനുഭവത്തിനായി ഒമാസ് റെസ്റ്റോറന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഏറ്റവും മികച്ച പാർട്ടി ഹാളും ഒരുക്കിയിരിക്കുന്നു. ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒമാസിൽ. വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുടുംബസമേതം ഒത്തുചേരാൻ പാനൂരിൽ അതിമനോഹരമായ അന്തരീക്ഷം, കുട്ടികൾക്കായി ആധുനിക സൗകര്യത്തോടുകൂടിയ കളിസ്ഥലം. ഒമാസ്, രുചിയുടെയും വിശ്വാസത്തിന്റെയും പേര്. ഒമാസ് റെസ്റ്റോറന്റ്, പാനൂർ. തിരികെ വാർത്തകളിലേക്ക്. മാഹിയിലെ സർക്കാർ വിദ്യാലയങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജോയിന്റ് PTA നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി. മാഹി ഗവൺമെന്റ് ഹൗസിന് മുന്നിലാണ് ധർണ നടന്നത്. മാഹിയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ PTA പ്രവർത്തനങ്ങളെ നിരോധിച്ച് മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ പുറപ്പെടുവിച്ച ഉത്തരവ് പിൻവലിക്കുക, ഗസ്റ്റ് ലെക്ചറായി നിയമിച്ചിരുന്ന 8ഓളം അധ്യാപകർക്ക് പുനർനിയമനം നൽകുക, താൽക്കാലിക അധ്യാപക നിയമനത്തിലെ അപാകതകൾ പരിഹരിക്കുക, PM ശ്രീ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ എല്ലാ സ്കൂളുകളിലും വേണ്ടത്ര അധ്യാപകരെയും ഓഫീസ് സ്റ്റാഫിനെയും നിയമിക്കുക, പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും ഉടൻ വിതരണം ചെയ്യുക, അപകടാവസ്ഥയുള്ള കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണാ സമരം നടത്തിയത്. മാധ്യമപ്രവർത്തകൻ ചാലക്കര പുരുഷു ഉദ്ഘാടനം ചെയ്തു. സാധാരണ കേരളത്തിൽ വിദ്യാർത്ഥി പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടുന്നത് വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥികളും തന്നെയാണ്. എന്നാൽ നമ്മുടെ ഈ മയ്യഴിയിൽ സാധാരണക്കാരായിരിക്കുന്ന കുട്ടികൾ അധ്യാപകർ ഇല്ല എങ്കിൽ പോലും, കെട്ടിടം പൊളിഞ്ഞ് വീടാൻ പോവുകയാണ് എങ്കിൽ പോലും, ഒരു ദിവസം പോലും
അധ്യയനം നഷ്ടപ്പെടരുത് എന്ന ഉത്തമമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷമാണ് ഈ സമരമുഖത്തേക്ക് ഈ രക്ഷിതാക്കളെല്ലാം കടന്നു വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വിദ്യാഭ്യാസ അന്തരീക്ഷം ഇങ്ങനെ ഏത് കലുഷിതമായിരിക്കുന്ന സാഹചര്യത്തിലും സമാധാനമായി അങ്ങ് അനസ്യൂതം കടന്നുപോയിക്കൊള്ളും എന്ന മൗഢ്യമായ ധാരണയൊന്നും വിദ്യാഭ്യാസ മേലധ്യക്ഷക്കോ അല്ലെങ്കിൽ മയ്യഴി അഡ്മിനിസ്ട്രേറ്റർക്കോ അല്ലെങ്കിൽ പുതുച്ചേരി വിദ്യാഭ്യാസ വകുപ്പിനോ ഉണ്ടാകേണ്ടതില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജോയിന്റ് PTA പ്രസിഡന്റ് KV സന്ദീപ് അധ്യക്ഷനായി. K മോഹനൻ, വടക്കൻ ജനാർദ്ദനൻ, സത്യൻ കേളോത്ത്, PP വിനോദൻ, ഷാജി പിണക്കാട്ട്, KV ഹരീന്ദ്രൻ, നളിനി ചാത്തു, K ചിത്രൻ, CP അനിൽ, KN സിനി എന്നിവർ സംസാരിച്ചു. സമരനായകൻ VS അച്യുതാനന്ദൻ അഭിനയിച്ച ഒരു മലയാള സിനിമയുണ്ട്. 2016 കൂത്തുപറമ്പിലെ ദൃശ്യ ആർട്സ് നിർമ്മിച്ച ക്യാമ്പസ് ഡയറി എന്ന സിനിമയിലാണ് VS അഭിനേതാവായത്. റിപ്പോർട്ട്. ജീവിതത്തിൽ ഒട്ടും അഭിനയിക്കാൻ അറിയാത്ത VS ഒരു തവണ മാത്രം അഭിനയിച്ചു. ക്യാമറയ്ക്ക് മുന്നിൽ VS ആയി തന്നെ. 2016 ഡിസംബർ 2 പുറത്തിറങ്ങിയ ക്യാമ്പസ് ഡയറിയാണ് ചിത്രം. ഒരു പ്രദേശത്തെ ജലക്ഷാമവും വെള്ളം ഊറ്റിയെടുക്കുന്ന കുത്തക കമ്പനിക്കെതിരെ കോളേജ് വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രക്ഷോഭവുമാണ് സിനിമയുടെ പ്രമേയം. സമരത്തിന് പിന്തുണയുമായി VS എത്തുന്നു. കൂത്തുപറമ്പിൽ വെച്ചായിരുന്നു VS അഭിനയിച്ച രംഗങ്ങൾ ചിത്രീകരിച്ചത്. സിനിമ മുന്നോട്ട് വെച്ച സാമൂഹിക വിഷയം തന്നെയാണ് VSനെ ആകർഷിച്ചത്. VS സിനിമയുടെ ഭാഗമായതിന്റെ ആവേശം പിന്നണി പ്രവർത്തകർ ഇപ്പോഴും പങ്കുവയ്ക്കുന്നു. കൂത്തുപറമ്പ് കേന്ദ്രമായി രൂപീകരിച്ച ദൃശ്യ ആർട്സിൻ്റെ ബാനറിലാണ് ക്യാമ്പസ് ഡയറി എന്ന സിനിമ നിർമ്മിച്ചത്. ഒരു 10-20 ആളുടെ കൂട്ടായ്മയിൽ നിർമ്മിച്ച ഒരു സിനിമയാണിത്. ആ സിനിമ നമ്മുടെ അക്കാലത്തെ വരൾച്ചയും അതൊക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ സിനിമയുടെ നിർമ്മാണം. അപ്പം ജലചൂഷണം, കുത്തക കമ്പനികൾ ജലം ചൂഷണം ചെയ്ത് മറ്റുള്ളവർക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ നാടിനെ മാറ്റിയപ്പോൾ അതിനെതിരെ ഈ ഒരു കോളേജിലെ മുഴുവൻ യുവാക്കളും വിദ്യാർത്ഥികൾ അവർ ഈ ജലചൂഷണം നടത്തുന്ന ആ ഒരു കേന്ദ്രം കണ്ടെത്തുകയും ആ കേന്ദ്രം അടിച്ചു പൊളിക്കുകയൊക്കെ ചെയ്യുന്നൊരു സന്ദർഭമുണ്ട്. അപ്പോൾ അതിൽ അവസാനം അവർ സമരം നടത്തുകയാണ്. ഈ ജലചൂഷണം നടത്തുന്ന ഒരു കമ്പനിക്ക് മുന്നിൽ സമരം നടത്തുന്നു. ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒരു ക്യാമ്പസ് ഉൾപ്പെടെ സമരം നടത്തുന്നു. ആ സമരത്തിലേക്കാണ് അവസാനമായിട്ട് VS എത്തുന്നത്. വിനീഷ് പാലയാട് കഥയും തിരക്കഥയും ഒരുക്കിയ ചിത്രം മട്ടന്നൂർ സ്വദേശി ജീവൻദാസ് ആണ് സംവിധാനം ചെയ്തത്. നമ്മുടെ ക്യാമ്പസ് ഡയറി എന്ന ഒരു സിനിമ ദൃശ്യ ആർട്സിൻ്റെ പേരിലാണ് ആ സിനിമ കൂത്തുപറമ്പിൽ നമ്മളൊരു കൂട്ടം ആളുകളെ കൂട്ടായ്മയിലാണ് അങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടുള്ളത്. ആ സിനിമയിൽ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സമരവീര നായകൻ VS അഭിനയിക്കുകയുണ്ടായി. അഭിനയിക്കുകയുണ്ടായത് എന്നാൽ ഈ സിനിമയുടെ ഇതിവൃത്തം ആ നിലയിലുള്ള ഒരു സിനിമയാണ്. അത് ഒരു നാട്ടിലെ ജനങ്ങളെ മുഴുവനും വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണിത്. അതിൽ ജലചൂഷണം എന്നാണ്, അതിലൊരു കമ്പനി ജലചൂഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം കിട്ടാത്തത്. അപ്പോൾ ആ നാട്ടിലെ ജനങ്ങളും ആ നാട്ടിലെ കോളേജിലെ കുട്ടികളൊക്കെ ചേർന്നുകൊണ്ട് ഒരു വലിയ സമരം സംഘടിപ്പിക്കുകയുണ്ടായി. സമരം 14 ദിവസം പിന്നിട്ടിട്ടും സമരം വിജയിക്കുന്നില്ല. അപ്പോൾ ഈ അവസരത്തിലാണ് VS ഈ വാർത്ത അറിയുകയും മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത അറിയുകയും ആ സമരപന്തലിലേക്ക് VS എത്തിച്ചേരുകയും. VS എത്തിച്ചേരിയതിന് ശേഷമാണ് ആ സമരത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോയത്. സമരം വിജയിക്കുകയും വളരെ നല്ല നിലയിൽ VS ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് ആ സമരം വിജയിക്കുകയും VS ആയി തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചത്. ജൂലൈ 24 മുതൽ പോണ്ടിച്ചേരിയിൽ ആരംഭിക്കുന്ന 19 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ ഇന്റർ സ്റ്റേറ്റ് വാമപ്പ് മത്സരങ്ങൾക്കുള്ള കേരള ടീമിലേക്ക് ജില്ലയിൽ നിന്നും 3 പേർ. സംഗീത് സാഗർ, ഇമ്രാൻ അഷ്റഫ്, അമോൻ പ്രദീപ് എന്നിവരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഓപ്പണിംഗ് ബാറ്റ്സ്മാനായ സംഗീത് സാഗർ കഴിഞ്ഞ വർഷം 19 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ BCCI കുച്ച് ബെഹാർ ട്രോഫിക്ക് വേണ്ടിയുള്ള കേരള ടീമിലും 2022-23 സീസണിൽ BCCIയുടെ 16 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിജയ് മർച്ചന്റ് ട്രോഫിയിലും കേരള ടീം അംഗമായിരുന്നു. 2023 രാജസ്ഥാൻ റോയൽസ് ജൂനിയർ ടീം പരിശീലന ക്യാമ്പിലേക്കും നാഷണൽ ക്രിക്കറ്റ് അക്കാദമി ക്യാമ്പിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. കലിശ്ശേരി കതിരൂർ എടത്തിൽ ഹൌസിൽ V ഗിരീഷ് കുമാറിന്റെയും KK ഷിജിനയുടെയും മകനാണ്.
ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനും വിക്കറ്റ് കീപ്പറുമായ ഇമ്രാൻ അഷ്റഫ് അണ്ടർ-16 കേരള ടീം അംഗമായിരുന്നു. തലശ്ശേരി BK55 ക്രിക്കറ്റ് ക്ലബ് താരമായ ഇമ്രാൻ വിവിധ വിഭാഗങ്ങളിൽ ജില്ലയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. കണ്ണൂർ എട്ടിക്കുളം മൊട്ടക്കുന്ന് NMC ഹൗസിൽ മുഹമ്മദ് അഷ്റഫിന്റെയും NMC സെലീനയുടെയും മകനാണ്. 11ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അമോൽ പ്രദീപ് ഇതാദ്യമായാണ് കേരള ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അന്തർജില്ലാ ടൂർണമെന്റിലെ മികച്ച പ്രകടനമാണ് ഇതിന് വഴിയൊരുക്കിയത്. കണ്ണൂർ തളിപ്പറമ്പ് പാലക്കുളങ്ങരയിൽ താരാങ്കടം വീട്ടിൽ VM പ്രദീപിന്റെയും VM സവിതകുമാരിയുടെയും മകനായ അമോൽ പ്രദീപ് 12ാം ക്ലാസ് ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥിയാണ്. വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാന്ദ്രദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം പ്രധാനാധ്യാപിക C രമ്യ നിർവഹിച്ചു. അധ്യാപകരായ കൃഷ്ണപ്രസാദ് നേതൃത്വം നൽകി. ബഹിരാകാശ വിശേഷങ്ങൾ നീൽ ആംസ്ട്രോങ് മുതൽ ശുഭാംശു ശുക്ല വരെ എന്ന വിഷയത്തിൽ ഡിജിറ്റൽ ക്ലാസ് 10ാം ക്ലാസ് വിദ്യാർത്ഥി K അനന്തു നയിച്ചു. 8ാം തരത്തിലെ ഉണ്ണിമായ ചാന്ദ്രദിന സന്ദേശം നൽകി. ബഹിരാകാശം 100 കിലോമീറ്റർ കൂടുതൽ ഉയരമായാലേ അവിടെ എന്ത് പറയും ബഹിരാകാശം എന്ന് പറയുന്നത്. നമ്മളിതൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ എന്നുള്ളതൊക്കെ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 100 കിലോമീറ്ററിന് മുകളിലായാലാണ് ബഹിരാകാശമായി കണക്കാക്കുന്നത്. അടുത്തത് ബഹിരാകാശത്തേക്ക് ആദ്യം പോകാൻ ശ്രമിച്ചത് വാൻഹു ആണ്. 1390 ചൈനയിൽ ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു വാൻഹു. ജൂലൈ 21 ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു. അമേരിക്കക്കാരനായ മൈക്കിൾ കോളിൻസ് ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് നാസയുടെ അപ്പോളോ 11 എന്ന വാഹനത്തിൽ 1969 ജൂലൈ 20-നാണ് ചന്ദ്രോത്പത്തി. കൂടാതെ പോസ്റ്റർ രചനാ മത്സരം, ക്യൂസ് മത്സരം, റോക്കറ്റ് നിർമ്മാണ മത്സരം എന്നിവയും നടന്നു. കൊളവല്ലൂർ ഹൈസ്കൂൾ 1998 SSLC ബാച്ചിന്റെ 2ാമത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. ഓർമ്മകൾ പൂക്കുന്നിടം വോള്യൂം 2 എന്ന പേരിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ചാനൽ ഷോകളിലൂടെ പ്രശസ്തനായ സ്റ്റേജ് ആർട്ടിസ്റ്റ് സുധൻ കൈവേലി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് അത് നല്ല രീതിയിൽ ആസ്വദിച്ച് ജീവിക്കണം. അരക്കണം പറയിപ്പിക്കാണ് അടിപൊളിയായിട്ട് ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്യണം. അതിൻ്റെ അടുത്ത് ഒരുപാട് സംഗതികൾ കൊറോണ പോലെ, നിപ്പ പോലെ, പ്രളയം പോലെ നമ്മളെ തേടി വരും. ഇതിനൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ശ്രീകുമാരൻ തമ്പിയുടെ ഈ വരിയും കൂടി എപ്പോൾ മനസ്സിൽ വെക്കണം. തൽക്കാല ദുനിയാവ് കണ്ട് നീ മയങ്ങാതെ എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ അല്ലേ വെക്കണം. അതുകൊണ്ട് നമ്മൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിജേഷ് കോഴിക്കോട് പാടിയ പിന്നെ പാട്ടുണ്ട്. ആ പാട്ട് കുട്ടികൾ നന്നായിട്ട് പഠിക്കണം. ഏതാണ് പാട്ട്? നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, ഒരമ്മ പെറ്റതുപോലെ നമ്മളെല്ലാരും അങ്ങനെ തന്നെയാ, ഒരമ്മ പെറ്റതുപോലെ നമ്മളെല്ലാരും അങ്ങനെ തന്നെയാ. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഗ്രൂപ്പ് അംഗങ്ങളുടെ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. കൊളവല്ലൂർ ഹൈസ്കൂളിലെ പൂർവാധ്യാപകനായ രവീന്ദ്രനാഥ് അനുമോദന ഭാഷണം നടത്തി. KV അനീഷ് അധ്യക്ഷനായി. TP റജിന, V ഷിജു, K അമ്പിളി എന്നിവർ സംസാരിച്ചു. സുധൻ കൈവേലിയും കുടുംബവും അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു. സോഷ്യലിസ്റ്റും ജനതാദൾ മണ്ഡലം സെക്രട്ടറിയുമായിരുന്ന കടവത്തൂരിലെ KP ചാത്തുക്കുട്ടി മാസ്റ്ററുടെ 16ാം ചരമവാർഷികം ആചരിച്ചു. തണ്ടപ്പറമ്പിലെ സ്മൃതി മണ്ഡപത്തിൽ KP മോഹനൻ MLAയുടെ നേതൃത്വത്തിൽ നേതാക്കളും പ്രവർത്തകരും കുടുംബാംഗങ്ങളും പുഷ്പാർച്ചന നടത്തി.
അനുസ്മരണ സമ്മേളനവും ഉന്നത വിജയം നേടിയ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും നടന്നു. KP മോഹനൻ MLA ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി. വ്യാപകമാക്കാൻ ശ്രമിച്ച ഒരാളെന്ന നിലയിലാണ് ഞാൻ അദ്ദേഹത്തിന് അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നത്. എല്ലാ നിലയിലും പാർട്ടിക്ക് വേണ്ടി വളരെ വ്യക്തമായ വാക്കുകളിലൂടെയും പ്രവർത്തനത്തിലൂടെയും മുന്നോട്ട് പോയ ചാത്തൂട്ടി മാസ്റ്ററുടെ, അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തനത്തിന് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന അന്നത്തെ ഉത്ബോധം അതിപ്പോൾ ഹരീഷ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഹരീഷിൻ്റെ അത്തരം പ്രവർത്തനങ്ങളും നന്മയിലേക്ക് എത്തട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ ഇന്ന് SSLC RJD കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി CKB തിലകൻ മാസ്റ്റർ അധ്യക്ഷനായി. മുൻ സംസ്ഥാന സെക്രട്ടറി KB ചന്ദ്രൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി PK പ്രവീൺ, മഹിളാ ജനതാദൾ സംസ്ഥാന അധ്യക്ഷ OP ഷീജ, ദേശീയ കൗൺസിൽ അംഗം രവീന്ദ്രൻ കുന്നോത്ത്, മണ്ഡലം പ്രസിഡന്റ് P ദിനേശൻ, സെക്രട്ടറി VP മോഹനൻ, VP ചാത്തു, ജില്ലാ കമ്മിറ്റി അംഗം N ധനഞ്ജയൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PP പവിത്രൻ, T മൊയ്തു എന്നിവർ സംസാരിച്ചു. K ചന്ദ്രൻ, P നാണു, കല്ലിൽ സജീവൻ, VP ആഷിൻ, P ഗംഗാധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. VSന്റെ ഓർമ്മപ്പൂക്കളുമായി അനുകരണ കലയിലെ അപരൻ. VSന്റെ വാക്കുകൾ ആംഗ്യങ്ങളുടെ അകമ്പടിയോടെ നീട്ടിയും കുറുക്കിയും പറഞ്ഞും പ്രസംഗങ്ങൾ വേദിയിൽ അനുകരിച്ചും ജനശ്രദ്ധ നേടിയ പ്രമോദ് മാളയാണ് VSനെ കണ്ണീരിന്റെ നനവോടെ ഓർക്കുന്നത്. MLA ശ്രീമാൻ IC ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രിയ
ശ്രീമാൻ രമേശ് ചെന്നിത്തല, മറ്റ് ജനപ്രതിനിധികൾ സാക്ഷാൽ വി എസിനു മുൻപിൽ അദ്ദേഹത്തെ അനുകരിച്ച് കാണിക്കാനുള്ള അവസരവും പ്രമോദിന് ലഭിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഒരു ഷോയുടെ ചർച്ചയ്ക്കായി ആലുവ പാലസിലെത്തിയ പ്രമോദ് അവിടെ വെച്ച് വി എസിനെ കണ്ടുമുട്ടി. മിമിക്രി വേദികളിൽ പ്രമോദ് തന്റെ ശബ്ദവും നടപ്പും അനുകരിക്കാറുണ്ടെന്നറിഞ്ഞ വി എസിന് അത് നേരിട്ട് കാണണമെന്നായി. അങ്ങനെ വി എസിനു മുൻപിൽ പ്രമോദ് വി എസിനെ അവതരിപ്പിച്ചു. കണ്ടു കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്നായി വി എസ്. കഴിയുമെന്നായിരുന്നു തന്റെ ഉത്തരമെന്ന് പ്രമോദ് പറയുന്നു. നമസ്കാരം, ഞാൻ പ്രമോദ് മാളയാണ്. സത്യത്തിൽ എൻ്റെ പേര് പ്രമോദ് വി എസ് തന്നെയാണ്. വി എസ് അച്യുതാനന്ദനെ അനുകരിച്ചിട്ടാണ് എനിക്കൊരു വീടുണ്ടായത്, എനിക്ക് വസ്ത്രങ്ങളുണ്ടായത്, നല്ല ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു. സഖാവ് വി എസ് ഇന്ന് നമ്മോട് വിട പറഞ്ഞു. 10-15 രാജ്യങ്ങളിൽ ഞാൻ പോയത് ഒക്കെ അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നാടിൻ്റെ ഒരു നന്മയാണ് നമ്മളിന്ന് വിട്ടുപോയത്. എൻ്റെ വീട്, എനിക്കുണ്ടായ സൗഭാഗ്യങ്ങളെല്ലാം അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ട് തന്നെയാണ്. ഒന്നും പറയാനില്ല. ഒരാൾക്ക് ജോലി വാങ്ങിക്കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും എന്നെക്കൊണ്ട് ആരെങ്കിലും ജീവിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമെന്നായിരുന്നു വി എസിന്റെ പ്രതികരണമെന്ന് പ്രമോദ് പറഞ്ഞു. മിമിക്രി വേദികളിൽ രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദം അനുകരിക്കാൻ ആരംഭിച്ച നാൾ മുതൽ പ്രമോദിന്റെ ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. ശബ്ദത്തിനു പുറമെ ഭാവവും രൂപവും കൃത്യമായതോടെ പ്രമോദ് കൂടുതൽ ശ്രദ്ധേയനായി. ഒരിക്കൽ ഒരു ഷോയിൽ പങ്കെടുക്കുന്നതിനിടെ അക്കാലത്ത് വി എസിനെ അനുകരിച്ചിരുന്ന കലാകാരൻ എത്താതായതോടെയാണ് ആ ചുമതല പ്രമോദിലേക്ക് എത്തിയത്. ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ ഭാഗമായി പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിൽ ജില്ലയിലെ മികച്ച തദ്ദേശഭരണ സ്ഥാപനമായി തെരഞ്ഞെടുക്കപ്പെട്ട ധർമ്മടം പഞ്ചായത്തിന് പൗരസ്വീകരണം നൽകി. ചിറക്കുനിയിൽ ചേർന്ന അനുമോദന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. അനുമോദന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യത്തോടുകൂടി മറ്റ് മാറാരോഗങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുന്നതിനും അതിന്റെ ഭാഗമായിട്ടുള്ള വ്യത്യസ്ത പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തദ്ദേശ സ്ഥാപനത്തിലെടുത്തോളം കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല നിലയിൽ ശുചിത്വ രംഗത്ത് പ്രവർത്തനം നടത്താൻ കഴിഞ്ഞ ഒരു ജില്ലയായി കണ്ണൂരിനെ മാറ്റാൻ കഴിഞ്ഞതും സംസ്ഥാനത്ത് നമുക്ക് 1-ാം സ്ഥാനം നേടാൻ കഴിഞ്ഞിട്ടുള്ളതും അതിന് പ്രാപ്തമാക്കിയിട്ടുള്ളത് ഇതുപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ നിങ്ങൾ ഓരോരുത്തരും നടത്തിയ, അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും നടത്തിയ അഭിനന്ദനാർഹമായ മാതൃകാപരമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ആ നേട്ടം നമ്മുടെ ജില്ലയ്ക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK രവി അധ്യക്ഷനായി. യോഗത്തിൽ യജ്ഞത്തിന്റെ ഭാഗമായി നടന്ന മികച്ച പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവർക്ക് ആദരവ് അർപ്പിച്ചു. ധർമ്മടം സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ മൊമെന്റോ അനുമോദന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK രവിക്ക് കൈമാറി. ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ഷീജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ K സീമ, ബൈജു നങ്ങാരത്ത്, ധർമ്മട സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് T അനിൽ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ R ജുഗുന, ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് പ്രിൻസിപ്പൽ വാസന്തി, പാലയാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പ്രസാദൻ, PM പ്രഭാകരൻ, PT സനൽകുമാർ, സജീവൻ, കൊക്കോടൻ ലക്ഷ്മണൻ, TK കനകരാജ്, അശോകൻ, PM നാരായണൻ, സാജൻ VEO, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP മോഹനൻ എന്നിവർ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് CPM പൊന്നം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൗനജാഥയും അനുശോചന യോഗവും സംഘടിപ്പിച്ചു. പൊന്നം സ്രാമ്പി കേന്ദ്രീകരിച്ചാണ് ജാഥ നടന്നത്. CPM പൊന്നം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മൗനജാഥയും അനുശോചന യോഗവും ചേർന്നത്. യോഗത്തിൽ C വത്സൻ അധ്യക്ഷനായി. A വാസു, പൊന്നം കൃഷ്ണൻ, P ജനാർദ്ദനൻ, AK ഷിജു, പൊന്നം ചന്ദ്രൻ, ഭാസ്കരൻ കുരാർത്ത് എന്നിവർ സംസാരിച്ചു. കടവത്തൂർ PKM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹ്യൂമൻ ലൈബ്രറി ഉദ്ഘാടനം നടന്നു. പ്രശസ്ത കവി വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ റമീസ് പാറാൽ അധ്യക്ഷനായി. നമ്മുടെ
ഒരവസ്ഥയിൽപ്പെടുമ്പോൾ സമാധാനിക്കുകയാണ്. ഏകാന്തത ഇത്ര പേര് കൂടെയുള്ളപ്പോൾ ഞാൻ എങ്ങനെ ഈ ഒറ്റയ്ക്കാകുന്നതിന്റെ വിഷമം പിന്നെ ഞാൻ അതിന് മറുപടി ചേർന്നപ്പോഴാണ് അടുത്ത ആഴ്ചയിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു വിഷമം ഞാൻ കുറച്ചൊക്കെ മറികടന്നത് ലൈബ്രറിയിൽ പോയിരുന്നിട്ടാണ്. അവിടെ വലിയ ലൈബ്രറിയാണ് ലൈബ്രറി, ഇന്നതിനേക്കാൾ വലിയ ലൈബ്രറി. അവിടെ പോയിരുന്ന് പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് ഞാൻ എന്റെ ഏകാന്തതയെ മറികടന്നത്. എന്റെ ഏകാന്തതയുടെ അതിന്റെ ഒരു ശൂന്യതയെ പരിഹരിച്ചത് പുസ്തകം വായിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ എഴുത്തുകാരൻ നിലയ്ക്കാണോ വായനക്കാരൻ നിലയ്ക്കാണോ സ്വയം അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ഞാനൊരു വായനക്കാരൻ നിലയ്ക്കാണ് ആദ്യം എന്നെ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. കാരണം വായനക്കാരെന്ന് ഞാനില്ലെങ്കിൽ ആരില്ല, എഴുത്തുകാരനെന്ന് ഞാൻ ഇല്ല, എഴുത്തുകാരനെന്നും ഞാനില്ല. വായനക്കാരില്ലെങ്കിലും ആരില്ല, എഴുത്തുകാരനില്ല. ഞാൻ എഴുതുന്നൊക്കെ ഞാൻ തന്നെ വായിച്ചാൽ മതിയോ? പണ്ട് ഉമ്മാമൊരു പാട്ട് പാടായിരുന്നു, പത്തിരി ചുട്ടങ്ങ് അട്ടത്ത് വെച്ച പൈച്ച പോർക്കോ റഹ്മാനെ. അങ്ങനെയാണ്, പത്തിരി ചുട്ടങ്ങ് അട്ടത്ത് വെച്ച പൈച്ച പോർക്കോ റഹ്മാനെ. പത്തിരി ചുട്ടിട്ട് അട്ടത്ത് വെച്ച വിഷമമാണോ? ഞാനിതെല്ലാം എഴുതി കഥയും കവിതയൊക്കെ എഴുതി എന്റെ അട്ടത്ത് വെച്ചാൽ ഒരു കാര്യമുണ്ടോ? ആര് വായിക്കണം? വായിക്കാൻ വായിക്കണം. അപ്പൊ വായനക്കാരിലാണ് എന്റെ വിശ്വാസം. വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ് വിദ്യാർത്ഥികളിൽ നിന്നും ചോദ്യങ്ങൾ ഉയരുക എന്നുള്ളത്. ചോദ്യങ്ങളില്ലാത്ത ക്ലാസ് മുറിയിൽ നിഷ്ക്രിയത്വം മാത്രമേ ഉണ്ടാകൂ. വിവരങ്ങൾ കേവലം യാന്ത്രികമായി പ്രസരിപ്പിക്കുന്ന ക്ലാസുകളിൽ പഠനം നടക്കുകയില്ല. നമ്മുടെ കുട്ടികൾക്ക് ക്ലാസുകളിൽ ചോദ്യം ചോദിക്കാനുള്ള മനോഭാവം തന്നെ ഇല്ലാതായി കൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ യുഗത്തിൽ ഹ്യൂമൻ ലൈബ്രറിയുടെ പ്രസക്തി ഏറുകയാണ്. പ്രധാനാധ്യാപകൻ റമീസ് പാറാൽ അധ്യക്ഷത വഹിച്ചു. വ്യക്തിഗത വിവരണങ്ങളിലൂടെ വൈവിധ്യമാർന്ന ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും പരസ്പര സഹാനുഭൂതിയോടെ മനസ്സിലാക്കാനും സാധിച്ച ഹ്യൂമൻ ലൈബ്രറി വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവമായി. SRG കൺവീനർ KK അനസ്, മുൻ പ്രധാനാധ്യാപകൻ V വാത്സൻ, ഹ്യൂമൻ ലൈബ്രറി കൺവീനർ T സഹദ, P നിസാർ എന്നിവർ സംസാരിച്ചു. സമ്പൂർണ്ണ ചെസ് സാക്ഷരത കൈവരിച്ച് നിർമ്മലഗിരി കോളേജ്. അന്താരാഷ്ട്ര ചെസ് ദിനത്തോടനുബന്ധിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം 400 പേരിലധികം പങ്കെടുത്ത മെഗാ ചെസ് സൗഹൃദ മത്സരവും സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളടക്കം 400-ലധികം പേർ മെഗാ ചെസ് സൗഹൃദ മത്സരത്തിൽ പങ്കെടുത്തു. 100% ചെസ് സാക്ഷരതാ മത്സരം കോളേജ് ബർസാർ റവറൻ ഡോക്ടർ തോമസ് കൊച്ചുകാരോട്ടും പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ സെലിൻ മാത്യു സിയും ചെസ്സിന്റെ കരുക്കൾ നീക്കി ഉദ്ഘാടനം ചെയ്തു. സന്തോഷകരമായ കാര്യമാണ്. ചെസ് നമുക്കറിയാം, പണ്ടൊക്കെ കളിച്ചിരുന്നത് രാജാക്കന്മാരാണ്. രാജവിദ്യാലയങ്ങളില് ചെസ് കളി ഉണ്ടായിരുന്നു. അത് നാട്ടുകാരിലേക്കും സാധാരണക്കാരിലേക്കും ഒക്കെ എത്തി. ചെസ് ഡിക്ലറേഷൻ കണ്ണൂർ ജില്ലാ ചെസ് ഓർഗനൈസിംഗ് കമ്മിറ്റി കൺവീനർ സെബാസ്റ്റ്യൻ VU നിർവഹിച്ചു. കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഷിനിൽ കുര്യാക്കോസ് സ്വാഗതം പറഞ്ഞു. ജില്ലാ ചെസ് ഓർഗനൈസിംഗ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സനിൽ, അംഗം റുക്സാന, അസിസ്റ്റന്റ് പ്രൊഫസർ ദീപക് ജോസഫ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. VSന് കേരളത്തിന്റെ ലാൽ സലാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മഹാരഥന്മാർക്കൊപ്പം വലിയ ചുടുകാട്ടിൽ VSനും അന്ത്യനിദ്ര. ധർമ്മടം പാലയാട് ലോ കോളേജിനടുത്ത് കനത്ത മഴയിൽ വീട് തകർന്നത് കടമ്പേരി വസന്തയുടെ ഉടമസ്ഥതയിലുള്ള വീട്. ഉടമയെ കബളിപ്പിച്ച് വാഹനവുമായി കടന്നുകളഞ്ഞ കേസിൽ ചൊക്ലി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയ പ്രതി പിടിയിലായത് വെള്ളം പൊട്ടിച്ചീണ്ടവട VP റുഷൈദ്. കർക്കിടക ബാബുബലി തർപ്പണത്തിനൊരുങ്ങി തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം. രാവിലെ 5-ന് ബലിക്രിയകൾ ആരംഭിക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.